We begin our worshiping by singing Hindi hymn number 345. 345-ാമത്തെ ഹിന്ദി പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ ആരാധന തുടങ്ങാം. हम सभी मिलकर तारीफ करें, परम प्रधान की प्रशंसा करें, यीशु का उनका करें, अद्भुत कामों को प्रकट करें, यीशु का उनका करें, अद्भुत कामों को प्रकट करें,
Next, Tamil hymn number 46. അടുത്തതായി 46-ാമത്തെ തമിഴ് പാട്ട്.
മലയാളം പാട്ട് പാടുന്നതിന് മുൻപായി സഹോദരന്മാർ എല്ലാവരും മുൻപോട്ട് കടന്നു വന്നിരിക്കണമേ. Brothers, please come forward. സഹോദരന്മാർ ദയവ് ചെയ്ത് മുമ്പോട്ട് കടന്നു വരണം. മലയാളം hymn number 74. 74ാമത്തെ മലയാളം പാട്ട്.
when we are remember the which heavenly habitation will be inheritance, all our earthly burdens, problem, sicknesses, nothing, we're forgetting all things. പ്രിയമുള്ളവരെ, നാം നമ്മുടെ സ്വർഗീയ തേജസ്, സ്വർഗീയ നിവാസ സ്ഥാനങ്ങൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിലുള്ള നമ്മുടെ സകല കഷ്ടങ്ങളും സകല ഭാരങ്ങളും നാം ഏതുമില്ല എന്ന് കണക്കാക്കുന്നുവല്ലോ. We are the people of God. Every day we should remember the wonderful things God kept for us. We can forgetting all things of this earth. We go forward in a spiritual life. പ്രിയമുള്ളവരെ, നാം ദൈവജനമാകുന്നുവല്ലോ. കർത്താവ് നമുക്കായി സംഘടിച്ചു വെച്ചിരിക്കുന്ന സകലത്തെ നാം ഓർത്തുകൊണ്ട് നാം ഈ ലോകത്തിലുള്ള സകലവും മറന്നുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നവരായി കാണപ്പെടുന്നു. St. Paul writes in Romans chapter 8 verse 18, the glory God has revealed the last day. When you compare the earthly problems, nothing before the sight of the Lord. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെയാകുന്നുവല്ലോ പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് താൻ പറയുകയാകുന്നു. Yes, we should remember, every day those things God prepare for us in heavenly places. സ്വർഗീയ സ്ഥലങ്ങളിൽ ഓരോ ദിവസവും കർത്താവ് നമുക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനെ നാം ഓർക്കണം. We should remember the city of New Jerusalem and Zion for you and me. God has prepared. നിങ്ങൾക്കും എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ യെരൂശലേമും സിയോനും എന്ന നഗരത്തെ കുറിച്ച് നാം ഓർക്കണം. That is the highest place in the kingdom of God. ദൈവരാജ്യത്തിലെ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠമായ സ്ഥാനം അത് തന്നെ. God called you and me for this highest place of the kingdom of God. ഇതാ നിങ്ങളെയും എന്നെയും സ്വർഗ്ഗത്തിലെ ആ ഉന്നത സ്ഥാനത്തിലേക്ക് തന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു. So forgetting all things of this earth, let's all rejoice in the joy of the hope of the coming of the Lord. അതുകൊണ്ട് സകലത്തെ മറന്നുകൊണ്ട് കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയാൽ സന്തോഷത്താൽ നമുക്ക് അവർക്ക് നിറയപ്പെടാം. Our heart must be rejoiced in the hope of the coming of the Lord. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നമ്മുടെ ഹൃദയം ആനന്ദിക്കണം. Let's all rejoice in the Lord. നമുക്ക് ഏവർക്കും ആനന്ദിക്കാം, സന്തോഷിക്കാം. Hallelujah. Hallelujah. Amen. This present time of little affliction very fastly removed from our life, and we will receive the great glory in the presence of the Lord. ഈ നൊടിനേരത്തേക്കുള്ള കഷ്ടം എത്രയും വേഗം നീങ്ങി പോകുകയാകുന്നു. നിത്യകന തേജസ് എത്രയും വേഗം നാം പ്രാപിപ്പാൻ പോകുന്നു. The little while of sufferings will bring the great weight of glory in heavenly places. നൊടിനേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകനം നമുക്ക് ലഭിപ്പാൻ ഹേതുവാകുന്നു. Forgetting all things, rejoice in the Lord. നമുക്ക് സകലവും മറന്നുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കാം. We will be inherit the New Jerusalem and Zion. നാം തന്നെ പുതിയ യെരൂശലേമും സിയോനും അവകാശമാക്കുന്നവർ. Within shortly everything to finish. We will be with God with heaven and ever. So let's all rejoice in the Lord. Hallelujah. Amen. We are
Yes, we are children of God in this world. We are having so many sufferings and trials and temptation. അതേ പ്രിയ ദൈവമേ, ഈ ലോകത്തിൽ നമുക്ക് അനേകവിധമായ കഷ്ടങ്ങളുണ്ടല്ലോ, പരീക്ഷകളും പരിശോധനകളും ഉണ്ട്. But all things create a great weight of glory for you and me. എന്നാൽ സകലം ഇതാ നമുക്കായി നിത്യകാല തേജസ്സിന്റെ മഹിമ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. So we are bothered about anything of this world, but look forward or focus to a throne of God. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ യാതൊന്നിനെ കുറിച്ചും ഒരു തരത്തിലും വിചാരപ്പെടാതെ ഇതാ നാം മുൻപോട്ട് തന്നെ ദൈവസിംഹാസനത്തിലേക്ക് ലക്ഷ്യം വെച്ച് നോക്കുന്നു. So St. Paul says, set your affection things above. ഉണ്ടാകുന്നുവല്ലോ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. Not all the things of this earth. ഈ ഭൂമിയിലുള്ളത് അല്ല. Look into the face of God. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവിൻ. Our focus towards the heavenly things. സ്വർഗീയമായ വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Where is the right hand of the Father? Jesus sat on the right hand. അവിടെയല്ലോ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടം. Yes, that is our place. അവിടെയാകുന്നു നമ്മുടെ സ്ഥാനം. Father place God called us. ആ സ്ഥലത്തിന് വേണ്ടിയാകുന്നു കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. Prepare our life for the coming of the Lord. കർത്താവിന്റെ വരവിനായി നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കിക്കൊള്ളുക. Prepare our life for the New Jerusalem and Zion. യെരൂശലേമിനായും സിയോനായും ഒരുക്കിക്കൊള്ളുക. Oh, my people, എന്റെ ജനമേ, those who are kept by the power of God, the great inheritance, fadeth not, things kept for them in heavenly places. ഇതാ സ്വർഗ്ഗസ്ഥലങ്ങളിൽ തന്നെ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവർക്ക് വട്ടം മാലിന്യമില്ലാത്ത ഒരു അവകാശം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. My child, you should be kept by the power of God. എന്റെ പൈതലേ, നീ ദൈവശക്തിയിൽ സൂക്ഷിക്കപ്പെടണം. Your life should be governing through the anointing of the Holy Spirit. നിന്റെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിയന്ത്രിക്കപ്പെടണം. Your life should be governing through the precious word of God. ദൈവത്തിന്റെ വിലയേറിയ രക്തത്താൽ തന്നെ നിന്റെ ജീവിതം നിയന്ത്രിക്കപ്പെടണം. I kept a precious path before you. ഇതാ വിലയേറിയപ്പെട്ട ഒരു പാത നിന്റെ മുൻപാകെ ഞാൻ വെച്ചിരിക്കുന്നു. Follow my footsteps, my child. എന്റെ പൈതലേ, എന്റെ കാൽച്ചുവടുകളെ പിന്തുടരുക. That path bring you the highest place in the kingdom of heaven. ആ പാത തന്നെ നിന്നെ ദൈവരാജ്യത്തിന്റെ ഉന്നത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്ന പാതയാകുന്നു. That path bring you New Jerusalem and Zion. ഇതാ പാത തന്നെ നിന്നെ പുതിയ യെരൂശലേമിലേക്കും സിയോനിലേക്കും കൊണ്ടെത്തിക്കും. My child, fear not. എന്റെ പൈതലേ, ഭയപ്പെടേണ്ട. In all your affliction, I will also be afflicted with you. നിന്റെ സകല കഷ്ടങ്ങളിൽ ഇതാ ഞാൻ നിന്നോടുകൂടെ കഷ്ടം അനുഭവിച്ചു. In all your sufferings, I am also be suffer with you. നിന്റെ സകല കഷ്ടങ്ങളിൽ ഞാൻ നിന്നോടുകൂടെ കഷ്ടപ്പെടുന്നു. I will be with thee. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. I will help thee. ഞാൻ നിന്നെ സഹായിക്കും. I will deliver thee. ഞാൻ നിന്നെ വിടുവിക്കും. I will fight for thee. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. I will preserve thee until my day. ഞാൻ നിന്നെ എന്റെ നാളോളം സൂക്ഷിക്കും. Humble yourself. നിന്നെ തന്നെ താഴ്ത്തുക. Hand over your life in my hands. നിന്റെ ജീവിതത്തെ എന്റെ കരങ്ങളിൽ വരവേൽപ്പിക്കാം. I will preserve thee. I will bless thee. I will say the Lord. ഇതാ ഞാൻ നിന്നെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. நீ எங்கே இருக்கிறாய்? Where are you seated now? பூமியிலே நீ பாதபீடத்தில் அல்லவோ நீ இருக்கிறாய். Are you not seated in my footstool on this earth?
வானத்தை சிங்காசனமாகவும் பூமியை பாதபடியாகவும் கொண்டிருக்கிற தெய்வம் நான். I am the Lord who has made heaven my throne and earth my footstool. சிங்காசனத்தையும் பீடமும் என்னாலே இணைக்கப்பட்டிருக்கிறது. Behold, the throne and my footstool is joined even by me. வானமும் பூமியும் என்னாலே இணைக்கப்பட்டிருக்கிறது. Behold, the heaven and the earth is joined together by me. நீ பாதபீடத்திலே இருக்கிறாய். You are seated in my footstool. நீ சிங்காசனத்தோடு இணைக்கப்பட்டிருக்கிறாய். But you are joined with the throne. நீ வானத்தோடு இணைக்கப்பட்டிருக்கிறாய். You are joined with the heavens. இன்றைக்கு என்னுடைய பாதபடியிலே என்னெல்லாம் நீ கேட்டாயோ, சிங்காசனம் பரலோகம் அதை ஆமென் என்று சொல்லி இருக்கிறது. Whatever you have requested of me and whatever you have put your petition before me on this footstool, behold, the throne and the heaven says amen to it. பாதபடியிலே ஒரு பெரிய மறுரூபமாக்குதலின் வேலையை உனக்குள் நான் செய்து கொண்டிருக்கிறேன். In this footstool, behold, I am doing a great work of transformation in you. உன்னுடைய மனதை நான் மறுரூபமாக்கி கொண்டிருக்கிறேன். Behold, I am transforming your mind. உன்னுடைய இதயத்தை மறுரூபமாக்கி I am கொண்டிருக்கிறேன். transforming your heart. உன்னுடைய சரீரத்தை நான் மறுரூபமாக்கி I கொண்டிருக்கிறேன். am transforming your body. பாதபடியில் இருக்கிற ஒரு நாள் நீ சிங்காசனத்தில் வந்து சேருவாய். Because you are seated in my footstool, you shall be one day seated on my throne. பாதபடியில் இருக்கிற ஒரு நாள் நீ பரலோகத்தில் வந்து சேருவாய் என்று கர்த்தர் சொல்கிறார். Behold, because you are seated in my footstool, one day you shall come and be seated on my throne, says the Lord. Behold, as a God who examines your works and conversation in your life and your deeds, behold, I am moving in your midst. Have I not kept you in this world that I may manifest myself to this world through you? നിന്റെ നടപ്പും പ്രവൃത്തിയും നിന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ നീ എങ്ങനെയായിരിക്കുന്നു എന്ന് നീ നിന്നെ തന്നെ അറിഞ്ഞുകൊള്ളുക. But now examine yourself. How is your deeds and your talk and works in life, and how you deal with others? എന്റെ മക്കൾ സത്യത്തിൽ നടക്കണം, നീതിയുള്ളവരായി നിർമ്മലരായിരിക്കണമെന്നത്രേ ഞാൻ ഇച്ഛിക്കുന്നത്. Behold, I desire my children to walk in truth and also in righteousness. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ, തോൽവികളെല്ലാം ഞാൻ ഇന്ന് മധ്യാഹ്ന സമയത്ത് എന്റെ അത്യന്ത ശക്തി നിന്നെ മേൽ പകർന്ന് നിന്നെ അതിൽ നിന്ന് വിടുവിച്ച് പുറത്തോട് വരാത്തക്കോളം എന്റെ സഭയുടെ മധ്യേ അതിമഹിമയോട് തേജസ്സോട് കൂടെ ഉലാവിക്കൊണ്ടേയിരിക്കുന്നു. Behold, I am moving in the midst of my church with my whole glory and honor, and to pour my most high and powerful anointing upon you, that you may be delivered of all your past failures and defeats. നിന്റെ പാപങ്ങളെ മോചിച്ച് ഇന്ന് മധ്യാഹ്ന സമയത്ത് നീ നാളുകളായി കഷ്ടത്തിലായിരിക്കുന്നു. രോഗത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് നിന്നോട് എന്റെ നാമത്തെ നിന്റെ ദേശത്തിന്റെ മധ്യേ ഉയർത്തുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. Even today I shall deliver you and bring you out of all your sins, and I shall deliver also you from all your afflictions and sickness. And behold, through that mighty work I shall honor and glorify my great name in
midst of the land, says the Lord. Sharabada kada bada kada bada. Shigada bakada bada bakada 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 bada. Shigada bakada bakada bada bakada bada bakada. Shigada bakada bada bakada bada bakada. Amen. Yes, fellow children of God, God has do the great work of the transformation in our life. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു രൂപാന്തരത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. Each and every child of God should be changed like our God. ഓരോ ദൈവത്തിലും നമ്മുടെ ദൈവത്തോട് സദസ്യന്മാരായി മാറണം. So the purpose God has anointed with the mighty anointing of the Holy Spirit. അതുകൊണ്ടാകുന്നു പരിശുദ്ധാത്മാവിന്റെ അത്യുന്നത അഭിഷേകത്താൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്തിരിക്കുന്നു. Through the anointing of the Holy Spirit, day by day, God's do the great work of transformation in our life. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക മുഖാന്തരമായി ദൈനംദിനം തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന്റെ പ്രവൃത്തി ചെയ്തു വരുന്നു. Let's all humble ourselves. നമ്മെ തന്നെ നമുക്ക് താഴ്ത്താം. Surrender our life in the hands of God. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. We should be changed like our God. ദൈവത്തോട് സദസ്യന്മാരായി നാം മാറണം. Whatever the problem, trials, and temptation may come in our life. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, പരീക്ഷകൾ, പരിശോധനകൾ എന്നതായിക്കൊള്ളട്ടെ. If we all look unto Jesus, we can change like our God. എന്നാൽ നമ്മുടെ യേശുവിലേക്ക് നാം നോക്കുന്നുവെങ്കിൽ നമ്മൾ യേശുവിന്റെ സദസ്യന്മാരായി തീരുമാനം. God promises you and me should be changed like our God. ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്യുകയാകുന്നു, ദൈവത്തെ പോലെ നമുക്ക് സദസ്യന്മാരായി തീരുമാനം. Surrender our life in the hands of God. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ I'm filled with the Spirit. ആത്മാവിനാൽ നിറയപ്പെടുക. Receive the mighty anointing. അത്യുന്നത അഭിഷേകം പ്രാപിക്കുക. Oh, Rabakara, oh, Rabakara, God has quickened us through His Spirit. Shall we praise God? കർത്താവ് തന്റെ ആത്മാവ് മുഖാന്തരമായി നമ്മെ ഏവരെയും ജീവിപ്പിച്ചുവല്ലോ. അതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, the Lord, the Lord, the Lord, the Lord, the Lord. Through the prophetical word, God has been encouraging us, warning us, correct us. Shall we praise God? പ്രവചനങ്ങൾ മുഖാന്തരമായി കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നുവല്ലോ, കർത്താവ് നമ്മെ ഉണർത്തുന്നുവല്ലോ, കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുവല്ലോ. അതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. The Lord, 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 the Lord. Submit the rest of the meeting in the mighty hands of God. Let's praise God. യോഗത്തിന്റെ ചുറ്റുമുള്ള ഭാഗത്തെയും ബലമുള്ള കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് സ്തോത്രം Praise ചെയ്യാം. the Lord, the Lord, the Lord, the Lord, the Lord, the Lord. Those who are in the Spirit of God, unbeliever brother, believer sister, you can pray. ആത്മാവിലായിരിക്കുന്ന, ആത്മാവ് ഹേമിക്കുന്ന ഒരു വിശ്വാസി സഹോദരനും സഹോദരിക്കും പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാൻ നൽകുന്ന സ്തോത്രം ദൈവമേ. അപ്പാ ദൈവം ഞങ്ങൾക്ക് ഇത്രത്തോളം സൗഭാഗ്യം നൽകി തന്നല്ലോ. ഇത്ര തേജസ്സേറിയ ഒരു വലിയൊരു നന്മ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എത്രയോ ആപത്തങ്ങൾ മരണങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴും വീണ്ടും കാണും പാതോണം ദൈവത്തിന്റെ കാര്യങ്ങൾ ഞങ്ങളെ സൂക്ഷിച്ച കൃപയ്ക്കായി സ്തോത്രം. ഒരമ്മതന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്തവരായ ദൈവം ഞങ്ങളുടെ സകല യുദ്ധങ്ങളെയും ചെയ്ത് നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം. നാഥാ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ ആയിരുന്ന എത്രയോ പേര് ഈ ലോകം വിട്ട് കടന്നുപോയി. എങ്കിലും ഞങ്ങളുടെ ഈ ലോകത്ത് ദൈവം ഞങ്ങളെ ശേഷിപ്പിച്ചല്ലോ. ഒരു ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറോടും ദൈവം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിന്റെ ഹിതം ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് കർത്താവിന്റെ വരവിനെ ലക്ഷ്യമാക്കി ജീവിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അനേകർ വീണുപോയ പാതയിൽ ഞങ്ങളും ഞങ്ങളുടെ ഓട്ടം മൂടി അപാസന്ത ശക്തിയാലും ദൈവത്തിന്റെ കൃപയാലും അഭിഷേകത്താലും ഞങ്ങളെ ഒരു ദിവസവും വഴിനടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവമേ, സ്രോതത്തിൽ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന വലിയ ദൈവത്തിന്റെ സൂക്ഷിപ്പും കാവൽ ഞങ്ങളെ കൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ദാനമായി നൽകി തന്ന വിശുദ്ധന്മാർക്കായി സ്തോത്രം. അവരെ ദൈവം സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, ആപത്തങ്ങൾ മരണത്തിലാതെ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവരുടെ ദൈവമേ, അവരുടെ ശാസ്ത്രീയ അവരുടെ അനുസരണത്തിൽ ഞങ്ങൾ വളരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ വഴി നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ദൈവമേ, സഹായത്തിന് മുഴുവനും കർത്താവിന്റെ അനുഗ്രഹമാക്കി തീർക്കണം. എല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നടക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭാഗങ്ങളും ദൈവത്തിന്റെ കൃപയും സന്തോഷവും ഞങ്ങൾ നിറഞ്ഞായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വന്നതുപോലെ കടന്നു പോകാനിടവരുത് എന്ന് പ്രാർത്ഥിക്കുന്ന പറ്റാ സ്തോത്രം. സ്വർഗത്തിലെ സന്തോഷം ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് പോവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, സ്തോത്ര. ദൈവം ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ച കൃപകൾക്കായി സ്തോത്രം. അമ്മയും മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനും കൂടെ ദൈവം ഞങ്ങളെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയും ജീവനുള്ള സാക്ഷികളെ ദൈവം എഴുന്നേൽപ്പിക്കണം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിക്ക് ജീവൻ പകർന്നായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ജീവിതത്തിലെ എല്ലാ നന്മകളും പറയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സൂക്ഷിക്കണമേ, പരാജയം വിടുവിക്കണം.
വിടുവിക്കണമേ, ശത്രുവിന്റെ കരുത്തിൽ നിന്ന് വിടുവിക്കണമേ, ആപത്തരങ്ങൾ മരണങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. സ്തോത്രം. അമ്മേ, രോഗികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവസൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം എന്തെല്ലാം പ്രശ്നത്തിൽ കൂടെ ആയിരിക്കുന്നു അപ്പൊ ഞങ്ങളൊന്നും അറിയുന്നില്ലെങ്കിലും എല്ലാം അറിയുന്നവരായ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. എന്തെല്ലാം ആവശ്യങ്ങളായാലും ദൈവ സ്വർഗത്തിൽ നിന്ന് ദൈവം നിറവേറ്റി കൊടുക്കണമേ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നീ മാത്രമാകുന്നതാ. അപ്പൊ നിന്നെ വിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, നിന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയില്ല. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കൂട്ടിരുന്ന എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂട്ടിരിക്കും. ദൈവത്തിന്റെ വരവിലായിരിക്കും, കൃപയിൽ മറിക്കും. യേശു ക്രിസ്തു നാമത്തിൽ കൃപയുടെ കേൾക്കണമേ. സ്വർഗ്ഗ പിതാവേ, Thank you, Lord, as according to your promise, O Lord. Heaven is my throne and earth is my footstool, O Lord. In your great mercy, O Lord, Savior, once again you brought each one of us to thy footstool, O Lord, to thy feet, O Lord. We thank and praise you, O Lord, Savior. Lord, you filled us with your joy, Lord, of the Holy Ghost. We thank and praise you, O Lord, Savior. Lord, you have told us to, Lord, cheer up and rejoice because you're coming soon. Therefore, we praise you, O Lord, Savior. Oh, thank you, O Lord, Jesus, Savior, for warning and strengthening us, O Lord. Help us, O Lord, Jesus. Give us grace to examine our lives, O Lord, our works and our deeds, O Lord, Jesus. We commit them into your hands, O Lord, Jesus, Savior, that you may have mercy and do an entire sanctification in our lives. Lord, the precious path you have kept before us, O Lord. Help us, O Lord, Jesus, happily, Lord, to go in that path, O Lord, Jesus. Lord, to surrender ourselves completely into your hands for that. You are with us, O Lord, Jesus. Therefore, we thank you once again. Rest of the meeting, we surrender into your hands, Lord. Raise up living testimonies to glorify your name, Lord Jesus, Savior. Strengthen thy servant with a double portion of grace, strength and anointing. And Lord, deliver thy word, O Lord, with power and authority. Let thy word sanctify and Lord transform and Lord make us ready for your soon coming. We commit, Lord, the Sunday school ministry into your hands. Bless it abundantly and glorify your name. Bless each and every child. Let your name be glorified through their lives. We surrender our spirit, soul, body into your hands. We give you all the glory, honor, praise. In Jesus' name we pray. Amen. Hallelujah. Let's all stand and sing English hymn number 78. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 78ാമത്തെ ഇംഗ്ലീഷ് പാട്ട് പാടാം. Setting free from self-worship, thou hast brought me to possess.
thy fullness out of it. Join us only, blessed Master, but with all thy wonders found. Going through us, thou confuse us every day and every hour. Jesus, fill now with thy Spirit, hearts that full surrender know, that the springs of living water from our inner man may flow. Joyous only, blessed Master, but with all thy wonders found. Going through us, thou confuse us every day and every hour. Hallelujah. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. This afternoon, to meditating the God's registration books. God's കർത്താവിന്റെ പുസ്തകങ്ങൾ registration books. രജിസ്ട്രേഷൻ ബുക്ക് എന്നുള്ള വിഷയത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. இன்று தேவன் பதித்து வைத்திருக்கிற எழுதி வைத்திருக்கிற புஸ்தகங்களை குறித்து பேச விரும்புகிறேன். Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. Everything that God has recorded. എല്ലാം കർത്താവ് എഴുതി വെക്കുന്നു. எல்லாவற்றையும் தேவன் பதிவு செய்து வைத்திருக்கிறார். We must be remember to everything we should be give account. നാം ഒരു കാര്യം ഓർക്കണം, സകലത്തിനെ കുറിച്ച് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. நாம் ஒரு காரியத்தை அறிய வேண்டும், எல்லாவற்றையும் குறித்து ஒரு நாள் நாம் கணக்கு ஒப்புவிக்க வேண்டியதாக So இருக்கும். everything is recorded, everything should be written in the book of God. അതുകൊണ്ട് ദൈവത്തിന്റെ പുസ്തകത്തിൽ അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. ஆகையால் எல்லாம் பதிவு செய்யப்பட்டிருக்கிறது, தேவனுடைய புஸ்தகங்களிலே எழுதப்பட்டிருக்கிறது. Every day God has written. The angels of the Lord of concerning us, they have written all things of us. ഓരോ ദിവസവും നമ്മെക്കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ ദൂതന്മാർ ആ പുസ്തകങ്ങളിൽ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. நம்மை குறித்ததான ஒவ்வொரு காரியங்களையும் தேவனுடைய தூதுவர்கள் அந்த புஸ்தகத்திலே எழுதி வருகிறார்கள். Before we go to the God's books, we go to the book of Nehemiah, chapter 7, verse 5. ദൈവത്തിന്റെ പുസ്തകങ്ങൾ എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 7 verse 5. 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. தேவனுடைய புஸ்தகத்துக்கு போவதற்கு முன்பாக நெகேமியா 7வது அதிகாரம் 5வது வசனத்தை வாசிக்க கேட்போம். God put his mind to gather all the particulars of the people written in the book and registered. അവിടെ വംശാവലി പ്രകാരം തന്നെ എണ്ണം നോക്കേണ്ടതിനും അവരുടെ ഒക്കെയും വംശാവലി രേഖ എഴുതേണ്ടതിനും ദൈവം തന്റെ മനസ്സിൽ തോന്നിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. அந்த புஸ்தகத்திலே தேவனுடைய எண்ணத்திலே அட்டவணையிலே கொடுக்கப்பட்ட அந்த ஜனங்களை குறித்து சொல்லும்படியான காரியங்கள் இங்கு எழுதப்பட்டிருக்கிறது. அப்பொழுது வம்ச அட்டவணைகளை பார்க்கிறதற்கு நான் பிரபுக்களையும் அதிகாரிகளையும் ஜனங்களையும் கூடி வர செய்ய என் தேவன் என் மனதிலே ஒரு எண்ணத்தை உண்டாக்கினார். முந்தி வந்தவர்களின் வம்ச அட்டவணை புஸ்தகம் அப்பொழுது எனக்கு அகப்பட்டது. அதிலே எழுதி இருக்க நான் கண்டது என்னவென்றால், And my God put into my heart to gather together the nobles and the rulers and the people, that they might be reckoned by genealogy. And I found a register of the genealogy of them which came up at the first, and found written therein. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടി വരുത്തുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചു. എന്നോടെ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകെട്ടി അതിൽ എഴുതി കണ്ടതെന്നാൽ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. God put his mind in the heart to collect all the names of the genealogy. വംശാവലി പ്രകാരമുള്ള രേഖ ഉണ്ടാക്കേണ്ടതിനായി ദൈവം തന്റെ മനസ്സിൽ തോന്നിച്ചു എന്ന് നാം ഇപ്പോൾ വായിച്ചു കേട്ടു. வம்சவழியிலே உள்ள அந்த பெயர்களை பதிவு செய்யும்படியாக ஒரு அட்டவணையை உண்டாக்கும்படியாய் தேவன் நினைவு கூர்ந்தார் என்று சொல்லப்பட்டிருக்கிறது. It's like manner God has given the wisdom to the people to make all things. ഇങ്ങനെ ദൈവം സകലവും സൃഷ്ടിപ്പാൻ എഴുതുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനം മനുഷ്യർക്ക് കൊടുക്കുന്നു. விதமாக சகலவற்றையும் உண்டாக்கும்படியாகவும் எழுதும்படியாகவும் ஞானத்தை மனிதர்களுக்கு தேவன் கொடுத்தார். In different places there are registered names and genealogy, and so here also they have found the old book, and after that continually they are
written in the same books. അതുകൊണ്ട് തുടർച്ചയായി തന്നെ പുസ്തകങ്ങളിൽ ഇങ്ങനെയുള്ള വംശാവലി അത് രേഖയായി സൂക്ഷിക്കുകയും ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ എഴുതപ്പെട്ട പുസ്തകം കണ്ടുകിട്ടിയെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നുവല്ലോ. இவ்விதமாக வம்ச வரலாறை அந்த பெயர்களை அந்த அட்டவணையிலே பதிவு செய்வது ஒரு வழக்கமாக இருந்தது. அந்த விதத்தில் இந்த புஸ்தகம் அங்கே கண்டுபிடிக்கப்பட்டது. Proverbs chapter 2 verse 6, the Lord giveth wisdom, out of his mouth cometh knowledge and understanding. സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നുവെന്ന് നാം വായിക്കുന്നു. நீதிமொழிகள் 2வது அதிகாரம் 6வது வசனத்தில் கர்த்தர் ஞானத்தை தருகிறார், அவர் வாயிலிருந்து அறிவும் புத்தியும் வரும். So King Solomon says, in all their ways acknowledge him and he shall be directly path. അതുകൊണ്ട് സലോമോൻ ഇപ്രകാരമാകുന്നു പറയുന്നത്, നിന്റെ സകല വഴികളിലും അവനെ തന്നെ കരുതിക്കൊള്ളുക, നിന്റെ വഴി അവൻ സഫലമാക്കും. சாலமோன் ராஜா விதமாய் சொல்லுகிறான், உங்களுடைய சகல வழிகளிலும் அவரை நினைத்துக் கொள்ளுங்கள், அப்பொழுது அவர் அதை வாய்க்க செய்வார். Trust in the Lord with all thine heart and lean not unto thine own understanding. നിന്റെ മുഴു ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുക, സ്വന്തം ജ്ഞാനത്തിൽ നീ ചാരുകയും അരുത്. உன் முழு இருதயத்தோடு கர்த்தரை நம்பு, உன் சொந்த விருப்பத்தை செய்யாதே. Next word he says, in all thy ways acknowledge him and he shall direct thy path. പിന്നീട് അടുത്ത വാക്യത്തിൽ നമ്മോട് പറയുന്നത്, നിന്റെ വഴികൾ ഒക്കെയും അവനെ നനച്ചുകൊള്ളുക, അവൻ നിങ്ങളുടെ പാതകളെ സഫലമാക്കും. அடுத்த வசனத்தில் விதமாய் சொல்லுகிறார், உன் வழிகளெல்லாம் அவரை நினைத்துக்கொள், உன்னுடைய பாதைகளை அவர் வாய்க்க செய்வார். Yes, in Old Testament period they found the book of law of the law, and also Ezra the scribe learned all things, teaching the word of God, law of the law to the people. നാം ഇപ്രകാരവും വായിക്കുന്നുവല്ലോ, എസ്രയുടെ കാലഘട്ടത്തിൽ അവർ പഴയ നിയമ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി, എസ്ര അതിൽ നിന്ന് വായിച്ച് ജനങ്ങളെയൊക്കെയും ബോധ്യപ്പെടുത്തി പഠിപ്പിക്കുകയും ചെയ്തു. இவ்விதமாக எஸ்ரா பழைய ஏற்பாட்டிலே காணப்பட்ட அந்த நியாயப்பிரமாணத்தின் புஸ்தகத்தை கண்டுபிடித்தார். அதை மாத்திரமல்ல, அதிலுள்ள நியாயப்பிரமாணங்களை ஜனங்களுக்கு போதித்து வந்தார். Not only that, God commanded to Moses all the law of the law. He wrote a book and read before the children of Israel. മാത്രമല്ല, ദൈവം മോശയുടെ പ്രകാരം അരുളിച്ചെയ്യുകയുണ്ടായി, ഞാൻ നിന്നോട് കൽപ്പിച്ച സകല കൽപ്പനകളും ചട്ടങ്ങളും നീ ഒരു പുസ്തകത്തിൽ എഴുതി ജനങ്ങളെയൊക്കെയും അവരുടെ മുമ്പാകെ വായിച്ചു കേൾപ്പിക്കണമെന്ന്. அது மாத்திரமல்ல, தன் தாசனாகிய மோசேவுக்கும் தேவன் விதமாய் சொன்னார், நான் உனக்கு சொல்லுகிற எல்லா காரியங்களையும் கற்பனைகளையும் கட்டளைகளையும் நீ உன் புஸ்தகத்தில் எழுதி அதை இஸ்ரவேல் ஜனங்களுக்கு நீ போதித்துக் கொடுக்க வேண்டும் என்று. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. Exodus chapter 24 verse 7. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. யாத்ராகமம் 24வது அதிகாரம் 4வது வசனம். And he took the book of the covenant and read in the audience of the people, and they said, all that the Lord has said will we do, and be obedient. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. Fourth verse says, Moses wrote all the words of the law and rose up early in the morning and built the altar under the hill, the 12 pillars according to the 12 tribes of Israel. 4-ാം വാക്യം നമ്മോട് പറയുന്നത്, മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിന്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം 12 തൂണും പണിതു. 4வது வசனம் இவ்விதமாய் சொல்லுகிறது, மோசே கர்த்தருடைய வார்த்தையெல்லாம் எழுதி வைத்து அதிகாலமே எழுந்து மலையின் அடியிலே ஒரு பலிபீடத்தை கட்டி இஸ்ரவேலுடைய 12 கோத்திரங்களின் இலக்கத்தின்படியே 12 தூண்களை நிறுத்தினார். Yes, when they read before the children of Israel, they say, we will obey and we will do it. ഈ പുസ്തകം എടുത്ത് ജനത്തിനു മുൻപാകെ അവൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ജനമെല്ലാം ഇങ്ങനെ പറയുന്നു, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടന്നുകൊള്ളാം. இந்த உடன்படிக்கையின் புஸ்தகத்தை மோசே எடுத்து ஜனங்களுக்கு முன்பாக வாசித்த வேளையிலே ஜனங்கள் சொன்னார்கள், இவைகளின்படி நாங்கள் நடந்து கொள்வோம் என்று. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. When you come to the God's books, ദൈവത്തിന്റെ പുസ്തകങ്ങൾ എന്ന വിഷയത്തിലേക്ക് നാം വരുമ്പോൾ, நாம் தேவனுடைய புஸ்தகத்துக்கு வரும்பொழுது first of all, we study of the book of life. ഒന്നാമതായി ജീവപുസ്തകത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. முதலாவது ஜீவ புஸ்தகத்தை குறித்து படிக்கிற வேளையில், Yes, beloved children of God, those who are repent, those who are obey the counsel of the water baptism, and are after that, their names are written in the book of life. അതേ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം ദൈവിക ആലോചനയായ ജലസ്നാനം സ്വീകരിക്കുമ്പോൾ അവന്റെ പേർ
ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു. ஒருவன் மனம் திரும்பி ஞானஸ்தானத்தை எடுத்துக்கொள்ளுகிற வேளையிலே அவனுடைய பெயர் ஜீவ புஸ்தகத்திலே எழுதப்படுகிறது. Yes, those who are no names are not found in the book of life, they will be put in the hellfire. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും നരകാഗ്നിയിൽ എറിഞ്ഞുകളെ. அந்த ஜீவ புஸ்தகத்திலே பெயரில்லாத ஒவ்வொருவரும் நரக அக்கினியிலே போடப்படுவார். Revelation chapter 20 verse 11 to 15 on read. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ வெளிப்படுத்தின விசேஷம் 20வது அதிகாரம் 15 முதல் 20 வரை இருக்கிற வசனங்களில் பார்க்க முடியும். ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ Here mentioning about books are open. ഇവിടെ പുസ്തകങ്ങൾ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. இங்கே புஸ்தகங்கள் திறக்கப்பட்டிருக்கிறது என்று சொல்லப்பட்டிருக்கிறது. Read. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെ തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. And I saw a great white throne and him that sat on it, from whose face the earth and the heaven fled away, and there was found no place for them. And I saw the dead, small and great, stand before God, and the books were open, and another book was open, which is the book of life. And the dead was judged according to the things which were written in the books, according to their works. And the sea gave up the dead which were in it, and death and hell delivered up the dead which were in them. And they were judged every man according to their works. And death and hell were cast into the lake of fire. This is the second death. And whosoever was not found written in the book of life was cast into the lake of fire. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. Whosoever was not found written in the book of life was cast into the lake of fire. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടും. ஜீவ புஸ்தகத்தில் எழுதப்படாத காணப்படாதவன் எவனோ அவன் அக்கினி கடலிலே தள்ளப்படுவான். Yes, beloved children of God, by the grace of God, God has saved us. We got the repentance. We obey the water baptism council. We believe and we trust in the Lord. Our names are written in the book of life. അതെ, ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ ദാനമായി രക്ഷകർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു. നാം മാനസാന്തരപ്പെടുവാൻ ഇടയായി. മാത്രമല്ല ജലസ്നാനവും സ്വീകരിച്ചു. അതിനാൽ തന്നെ നാം വിശ്വസിക്കുകയാകുന്നു നമ്മുടെ പേരൊക്കെയും ജീവപുസ്തകത്തിൽ അവൻ എഴുതിയിരിക്കുന്നു. தேவனுடைய கிருபையினாலே தேவன் நம்மை ரட்சித்தார். மனம் திரும்ப தேவன் உதவி செய்தார். ஞானஸ்தானமும் எடுக்க கிருபை செய்தார். அதன் மூலமாய் நாம் விசுவாசிக்கிறோம். என்னுடைய பெயர் ஜீவ புஸ்தகத்திலே எழுதப்பட்டிருக்கிறது என்று. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. Once disciples came and say, Lord, through the name we cast out all the demons. They are free from the people to receive the healings and deliverance. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരമാകുന്നു തങ്ങളുടെ യാത്രയെ കുറിച്ച് പറയുന്നത്. ഇതാ പിശാചുക്കളും രോഗികളൊക്കെയും സൗഖ്യമാകുന്നു. പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് യേശുവിനോട് അവർ പറയുകയുണ്ടായി. ஒருமுறை சீஷர்கள் இயேசுவினிடத்திலே விதமாய் வந்து, ஆண்டவரே, உம்முடைய நாமத்தினாலே நாங்கள் பிசாசுகளையும் துரத்துகிறோம், வியாதிகளை சுஸ்தமாக்குகிறோம், இவைகளெல்லாம் எங்களுக்கு கீழ்ப்படிகின்றன என்று சொன்னார்கள். But Jesus said, you are not circumcised likely, but your names are written in the heaven. That is the precious one. എന്നാൽ ഇതുകൊണ്ടൊന്നും നിങ്ങൾ സന്തോഷിക്കേണ്ട. അതിലുപരിയായി നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ തന്നെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയുന്നു. இவைகளை குறித்து நீங்கள் சந்தோஷப்படாமல் உங்களுடைய பெயர்கள் ஜீவ புஸ்தகத்தில் எழுதப்பட்டிருக்கிறதை குறித்து நீங்கள் சந்தோஷப்படுங்கள் என்று இயேசு சொன்னார். Any one of you sitting in this hall, you are not receiving the repentance or receiving the water baptism, you are not receiving the anointing of the Holy Spirit. God has given one more chance to you. You should be repent, obey the counsel of God, receive the water baptism, and write your name in the book of life. ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും തന്നെ രക്ഷ കരസ്ഥമാക്കാത്തവരായി, മാനസാന്തരപ്പെടാതെ ജലസ്നാനം സ്വീകരിക്കാത്തവരായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്തവരായി കാണപ്പെടുന്നുവെങ്കിൽ ഇതാ കർത്താവ് നിങ്ങൾക്ക് ഒരു അവസരം കൂടെ നൽകി തരികയാകുന്നു. കർത്താവ് നിങ്ങൾക്ക് രക്ഷയും മാനസാന്തരവും
ജലസ്നാനം സ്വീകരിക്കാനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും തരുവാൻ ആഗ്രഹിക്കുന്നു. അത് മുഖാന്തരം തന്നെ നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതുവാൻ അവൻ ആഗ്രഹിക്കുന്നു. இந்த வளாகத்திலே யாராவது ஒருவர் ரட்சிக்கப்படாமல் ஞானஸ்தானத்தை பெறாமல் பரிசுத்தாவின் அபிஷேகத்தை பெறாமல் பாவ மன்னிப்பை பெறாமல் நீங்கள் இருப்பீர்களானால் இந்த நாளிலும் கூட தேவன் உங்களுக்கு ஒரு சந்தர்ப்பத்தை கொடுக்கிறார். நீங்கள் மனம் திரும்பி ஞானஸ்தானத்தை பெற்றுக்கொண்டு பரிசுத்தாவின் அபிஷேகத்தை பெற்றுக்கொண்டு உங்களுடைய பெயர்கள் ஜீவ புஸ்தகத்தில் எழுதப்பட தேவன் விரும்புகிறார். Our names are written in heaven. നമ്മുടെ പേരുകളൊക്കെയും സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നു. நம்முடைய பெயர்கள் பரலோகத்தில் எழுதப்பட்டிருக்கிறது. We have an Aadhaar card, our name, a passport is our name. All we are the citizens of India, a citizen of a particular country. നമ്മുടെ പേരുകളൊക്കെയും നമുക്ക് ഉണ്ട്, പാസ്പോർട്ടിൽ പേരുകൾ ഉണ്ട്. മാത്രമല്ല നാം ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പൗരന്മാരാകുന്നു എന്നും നമ്മെ കുറിച്ച് അതിനാൽ കണക്കാക്കപ്പെടുന്നു. நம்முடைய பெயர்கள் ஆதார் அட்டையிலும் பாஸ்போர்ட்டிலும் எழுதப்பட்டிருக்கிறது. அந்த இரு சாட்சியம் கொடுக்கிறது நாம் அந்த தேசத்தின் உரிமையாளர்கள் என்று. But that is not relevant, but our names are written in the heavenly places. എന്നാൽ അത് മാത്രം നമുക്ക് പോരാ, നമ്മുടെ പേരുകളൊക്കെയും സ്വർഗ്ഗത്തിൽ എഴുതപ്പെടണം. அவைகள் போதாது, நம்முடைய பெயர்கள் பரலோகத்தில் எழுதப்பட வேண்டும். Luke's Gospel, chapter 10, verse 19 and 21, read. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19 20 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, லூக்கா எழுதின சுவிசேஷம் 10வது அதிகாரம் 19 20 வசனங்களை வாசிக்கிற வேளை, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. Behold, I give unto you power to tread on serpents and scorpions and over all the power of the enemy, and nothing shall by any means hurt you. Notwithstanding in this rejoice not that the spirits are subject unto you, but rather rejoice because your names are written in heaven. Because your names are written in heaven. നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതുന്നതിനാൽ നിങ്ങൾ സന്തോഷിപ്പീൻ. உங்கள் நாமங்கள் பரலோகத்தில் எழுதியிருப்பதற்காக சந்தோஷப்படுங்கள். Yes, beloved children of God, we are very grateful to God. God has given the privilege. Our names are written in the book of life. ജീവപുസ്തകത്തിൽ കർത്താവ് നമ്മുടെ പേരുകളെ എഴുതിയിരിക്കുന്നുവല്ലോ. ആ സൗഭാഗ്യം കർത്താവ് നമുക്ക് ഏവർക്കും നൽകിയിരിക്കുന്നുവല്ലോ. അതിനാൽ തന്നെ നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. தேவன் ஜீவ புஸ்தகத்திலே நம்முடைய பெயர்களை எழுதி வைத்திருக்கிறாரே, அந்த கருணைக்காக நாம் தேவனுக்கு நன்றியுள்ளவர்களாய் காணப்பட வேண்டும். Yes, beloved children of God, Moses also had a great revelation about his name was written in the book of God. മാത്രമല്ല മോശയ്ക്കും വലിയൊരു വെളിപ്പാടുണ്ടായിരുന്നു. ദൈവത്തിന്റെ പുസ്തകത്തിൽ തന്റെ പേർ എഴുതി വച്ചിരിക്കുന്നു എന്ന്. மோசேக்கும் விதமான ஒரு வெளிப்பாடு இருந்தது, ஜீவ புஸ்தகத்திலே என்னுடைய பெயர் எழுதப்பட்டிருக்கிறது என்று. If thou art not forgive the sins of my people, thou art blotted out my name in thy book. അവൻ ഇങ്ങനെയാകുന്നു ദൈവത്തോട് കെഞ്ചി അപേക്ഷിക്കുന്നത്, നീ ഈ ജനത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നില്ല എങ്കിൽ എന്റെ പേർ നിന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയണമേ. நீர் இந்த ஜனங்களுடைய பாவங்களை மன்னிக்காவிட்டால் ஜீவ புஸ்தகத்திலிருந்து என்னுடைய பெயரை கிரி போடும் என்று மோசே சொல்கிறான். Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. And we read Exodus chapter 32 verse 32. നാം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യാത്രാഗമം 32வது அதிகாரம் 32வது வசனத்துக்கு வரும்போது, Moses prayed to the Lord. ദൈവത്തോട് യഹോവയോട് മോശ പ്രാർത്ഥിക്കുന്നു. தேவனிடத்திலே மோசே ஜெபிக்கிறான். എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. Yet now if thou wilt forgive the sin, and if not, blot me, I pray thee, out of thy book which thou hast written. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. Blotted out my name out of thy book. അല്ലായെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. இல்லாவிட்டால் புஸ்தகத்திலிருந்து என் பெயரை கிறுக்கி போடும் என்று சொல்கிறான். God mentioning next word is important things. We all of you carefully listen and observe and preserve our life. പ്രിയമുള്ളവരെ, അടുത്ത വാക്യത്തിൽ ദൈവം അരുളി ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുന്നു. നമുക്കത് വായിച്ച് ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ആചരിക്കുന്നവരായി സൂക്ഷിക്കുന്നവരായി കാണപ്പെടാം. அடுத்த வசனம் மிக முக்கியமான வசனம். தேவன் சொல்லுகிற அந்த காரியத்தை நாம் கவனமாய் கேட்டு அதை கடைபிடிக்க வேண்டும். Whosoever hath sinned against me, him will I blot out from my book. എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. எனக்கு விரோதமாய் பாவம் செய்தவன் எவனோ அவன் பெயரை என் புஸ்தகத்திலிருந்து கிறுக்கி போடுவேன். Yes, beloved children of God, very carefully we should preserve our life.
we should not sin against our God. പ്രിയമുള്ളവരെ, ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന് വിരോധമായി നാം ഒരു നാളും പാപം ചെയ്യരുത്. நாம் மிகவும் கவனமாக நம்முடைய வாழ்க்கையை வாழ வேண்டும். ஒரு நாளும் தேவனுக்கு விரோதமாய் நாம் பாவம் செய்யக்கூடாது. The word of God says the sins of Eli's family is not forgiven through any sacrifices or gifts. ഏലി കുടുംബത്തിന്റെ പാപം ഏതെങ്കിലും ഒരു വഴിപാടിനാലോ യാഗത്തിനാലോ പരിഹരിപ്പാൻ കഴിയുന്നത് അല്ല എന്ന് തിരുവചനം നമ്മോട് പറയുന്നുവല്ലോ. വേദത്തിലെ ഏലിயின் കുടുംബത്തിൻ പാപങ്ങൾ എந்த ഒരു കാണിക്കയിനാലും ബലികളിനാലും തീർക്കപ്പെടുവതില്ല എന്ന് சொல்கிறது. And also those things speaking against the anointing of the Holy Spirit, it will not also forgive well. മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ വിരോധമായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വിരോധമായി സംസാരിക്കുന്ന ആ പാപം ഒരു നാളും ക്ഷമിച്ച് ലഭിക്കുന്നതല്ല. அது മാത്രമല്ല, பரிசுத்த ஆவியானவருக்கும் பரிசுத்த அபிஷேகத்திற்கும் விரோதமாய் பேசுகிற வார்த்தைகளும் மன்னிக்கப்படுவதில்லை. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. So knowingly and unknowingly, we should not further sin to speak against the God and His all anointing of the Holy Spirit. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെ പോലും നാം ദൈവത്തിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിപ്പാൻ പാപം ചെയ്യുവാൻ ഇടയാകരുത്. ஆகியால் தெரிந்தோ தெரியாமலோ நாம் தேவனுக்கு விரோதமாகவும் தேவனுடைய அபிஷேகத்திற்கு தேவனுடைய ஆவிக்கு விரோதமாய் நாம் பாவம் செய்யக்கூடாது. Psalm is also mentioning Psalm 69 verse 28 when we read. 69 സങ്കീർത്തനം 28 വാക്യത്തിൽ സങ്കീർത്തനക്കാരനും ഇങ്ങനെയാകുന്നു അവിടെ പറയുന്നത്. 69வது சங்கீதம் 28வது வசனத்திலும் அவன் இவ்விதமாய் சொல்கிறான். ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂടെ അവരെ എഴുതരുതേ. Let them be blotted out of the book of the living and not be written with the righteous. Why is he saying like this? എന്തുകൊണ്ടാകുന്നു സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഇവിടെ പറയുന്നത്? ஏன் சங்கீதக்காரன் இவ்விதமாய் இங்கே சொல்லுகிறான்? Working against God, working against the plan of God, speaking against the will of God. അവർ ദൈവത്തിന് വിരോധമായി, ദൈവിക പദ്ധതിക്ക് വിരോധമായി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരാകൊണ്ട് തന്നെ. ஏனென்றால் அவர்கள் தேவனுக்கு விரோதமாகவும் தேவனுடைய திட்டத்துக்கு விரோதமாகவும் மாறாகவும் செயல்படுகிறவர்களாய் இருக்கிறார்கள். So we are the people of God, always obey and preserve our life. Our name should not be blotted out from the book of God. ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേർ ഒരു നാളും അവൻ മായ്ച്ച് കളയാത്തവരായി കാണപ്പെടേണ്ടതിന് ദൈവജനമാകുന്ന നാം നമ്മുടെ ജീവിതങ്ങളെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ஜீவ புஸ்தகத்திலிருந்து நம்முடைய பெயரை தேவன் கிறுக்கி போடாதபடிக்கு நாம் மிகவும் கவனமாய் ஜீவிக்க வேண்டியது முக்கியமாக இருக்கிறது. St. Paul mentioning in Philippians chapter 4 verse 3, some believers' names are written in the book of life. He exalted and also appreciated. നാം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ചിലരുടെ പേർ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് പ്രശംസിക്കുന്നു. பிலிப்பியர் 4வது அதிகாரம் 3வது வசனத்திலே ஜீவ புஸ்தகத்தில் எழுதப்பட்ட சிலருடைய நாமங்களை குறித்து இங்கே மேன்மை பாராட்டும்படியாய் அவர் சொல்லுகிறார். സാക്ഷാൽ ഇടയാടിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായ ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. And I entreat thee also, through your fellow, help those women which labor with me in the gospel, with Clement also, and with other men, my fellow laborers, whose names are in the book of life. Help those women which labor with me in the gospel. എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ ജീവപുസ്തകത്തിൽ പേരുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. என் உடன் வேலையாட்களோடும் கூட சுவிசேஷ விஷயத்தில் என்னோடு கூட மிகவும் பிரயாசப்பட்டவர்கள் என்று சொல்லப்பட்டிருக்கிறது. Yes, if you are labor for the spreading of the gospel, for the ministry, for the doing the scripture school ministry, whatever we are doing, we share the testimony to others through these things. We believe our names are remaining in the book of life. നാം ശുശ്രൂഷ ചെയ്യുന്നത് മുഖാന്തരമായി, കർത്താവിന്റെ ശുശ്രൂഷ സഹായിക്കുന്നത് മുഖാന്തരമായി, മറ്റുള്ളവരോട് നമ്മുടെ സാക്ഷ്യങ്ങളെയും സുവിശേഷത്തെയും അറിയിക്കുന്നത് മുഖാന്തരമായി, മാത്രമല്ല സൺഡേ സ്കൂൾ ശുശ്രൂഷകളിലും മറ്റും പങ്കെടുക്കുന്നത് മുഖാന്തരമായി നാം വിശ്വസിക്കുകയാകുന്നു നമ്മുടെ പേരൊക്കെയും ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന്. நாம் தேவனுக்கு ஊழியம் செய்கிறபடியினாலும், தேவனுக்கு ஊழியத்திலே துணை செய்கிறபடியினாலும், ஞாயிறு பள்ளி ஊழியத்தை செய்கிறபடியினாலும், மற்றவர்களுக்கு நாம் சாட்சி சொல்லுகிற வேளையிலும் நமக்கு ஒரு நம்பிக்கை உண்டாகிறது, நம்முடைய பெயர்கள் ஜீவ புஸ்தகத்திலே எழுதப்பட்டிருக்கிறது என்று. And also their labor with St. Paul, they take the yoke, means burdens and sufferings. They are joined with the St. Paul's and labor, work hard
for the spreading of the gospel. ഇവിടെ പറഞ്ഞിരിക്കുന്നുവല്ലോ പൗലോസ് കഷ്ടപ്പാടുകളിലും ഒപ്പം തന്നെ ഇണയാളികളായി കൂടെ നിന്നുകൊണ്ട് അവരോടുകൂടെ കഷ്ടപ്പെടുകയും പോരാടുകയും ചെയ്തു എന്ന് നാം ഇവിടെ വായിക്കുന്നു. അത് മാത്രമല്ല ഇங்கே പൗൽ സുവിശേഷത്തിൻ നിമിത്തം അവർ പ്രയാസപ്പെട്ട വേളയിലെ അവർ പൗലുக்கு தோள் கொடுத்து அவர்களுக்கு உதவி செய்து வந்தார். Romans chapter 16 verse 3 when we read. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നാം വായിക്കുമ്പോൾ റോമൻ 16-ാം അധികാരം 3-ാമത് വചനത്തിൽ Greet Priscilla and Aquila, my helpers in Christ Jesus. ക്രിസ്തുയേശുവിന്റെ കൂട്ടുവേലക്കാരായ ക്രിസ്റ്റിയെയും അക്വിലയെയും വന്ദനം ചെയ്യുവിൻ. They gave the neck for the ministry. അവർ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ കഴുത്തു വെച്ചവരായിരുന്നു എന്ന് അവിടെ വായിക്കുന്നുവല്ലോ. അங்கே அவர்கள் அந்த ஊழியத்துக்காக தன் கழுத்தை அவர்கள் ஒப்புக்கொடுத்தார். So the labor, they take the burden of the ministry in the famine and the nakedness in this all places. They are joined together with the St. Paul. അതിന്റെ അർത്ഥം ഇതാകുന്നു, വിശുദ്ധ പൗലോസിനോട് കൂടെ തന്നെ ശുശ്രൂഷയുടെ ഭാരം തങ്ങളുടെ തോളിൽ വഹിച്ചതുകൊണ്ട് ദാരിദ്ര്യം ആയിക്കൊള്ളട്ടെ, വൈദാഹമായിക്കൊള്ളട്ടെ, മറ്റ് കഷ്ടപ്പാടുകൾ ആയിക്കൊള്ളട്ടെ, ഏതും അവനോടുകൂടെ സഹിച്ച് സുവിശേഷത്തിനായി പോരാടിക്കൊണ്ടിരുന്നു. அதாவது அவர்கள் பவுலோடு கூட அந்த சுவிசேஷ வேளையிலே அவர்கள் தோள் கொடுத்தது மாத்திரமல்ல, தன்னுடைய தரித்திரத்திலும் தன்னுடைய நிர்வாணத்திலும் எல்லா கஷ்டப்பாடுகளிலும் அவருடைய பாரத்தை அவர்கள் சேர்ந்து சுமந்தார்கள். Without clothes, so many times they are spend the money, spend the days. അനേക ദിവസങ്ങൾ വസ്ത്രമില്ലാതെ തന്നെ അവർ അങ്ങനെ only one garment they having, that they have no to change another one. മറ്റ് ഒരു വസ്ത്രമേ അവർക്കുള്ളൂ, ഒന്ന് മാറുവാൻ തക്കവണ്ണം വസ്ത്രമില്ലാത്തവരായി അനേക ദിവസങ്ങൾ അവർ ചെലവഴിക്കുവാൻ ഇടയായി. இவ்விதமாக அநேக நாட்கள் ஒரு வஸ்திரமே அவர்களுக்கு இருந்தது, மாற்று வஸ்திரம் கூட இல்லை. அதை வைத்து அவர்கள் மிகவும் சிரமப்பட்டு அவர்களோடு கூட தோள் கொடுத்தார்கள். In the earlier days in our missions also, servants of God wear the sackcloths for the washing the clothes. Only one set is there to wash the clothes. After that, change their clothes. നമ്മുടെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകൾ അപ്രകാരം തന്നെയായിരുന്നു. ഒരു ജോഡി വസ്ത്രം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അവർ അത് So we hear about the saints of saying like this. വിശുദ്ധന്മാർ നമ്മോട് അവർ കടന്നുപോയ ഇങ്ങനെയുള്ള ബാധകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. இவ்விதமாக அந்த நாட்களிலே நம்முடைய பரிசுத்தவான்களும் கூட ஒரே ஒரு வஸ்திரம் இருக்கும். அதை மாற்றுவதற்கு மற்ற ஒரு சாக்கனால ஒரு வஸ்திரத்தை இட்டுக்கொண்டு மறுபடியும் அதை மாற்றிக் கொள்வார்கள். இவ்விதமாக அந்த நாட்களிலே ஜீவித்திருக்கிறார். So labor with God, hard work, the spreading of the gospel. Even today, now we are enjoying all the blessings of these missions. This type of the blessings in our life. സുവിശേഷ ഘോഷണത്തിനു വേണ്ടി അവർ ഇങ്ങനെയുള്ള പ്രയത്നങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചതിനാൽ തന്നെ അതിനാൽ ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും ഈ നാളുകളിൽ നാം ആകുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. சுவிசேஷத்தின் நிமித்தம் அந்த நாட்களிலே அவர்கள் பட்ட பாடுகளுடைய பலனை இந்த நாட்களிலே நாம் அனுபவித்து வருகிறோம். Without food, without proper accommodation, if we hear about Pastor, the younger son of the Pastor Paul's son, he was in the platform in Delhi. He take the newspaper, spreading the newspaper, that's him that the place is sleep. ഇങ്ങനെ നമ്മുടെ ആദ്യ നാളുകളിൽ നമ്മുടെ വിശുദ്ധന്മാരും ഒക്കെയും വളരെ ദാരിദ്ര്യത്തിൽ കൂടെ ഭക്ഷണമില്ലാതെ ദീർഘനാളുകൾ ചെലവഴിക്കുണ്ടായി. നമ്മുടെ സാം പോൾ അവരുകൾ ഒരിക്കൽ ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കിടക്കുവാൻ പോലും ഇടമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പത്രം വിരിച്ച് താൻ അതിൽ കിടന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അവരാകുന്നു പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ നമ്മുടെ ശുശ്രൂഷ ഉണ്ടാക്കിയത്. அந்த நாட்களிலே நம்முடைய பரிசுத்தவான்கள் இவ்விதமாக மிகவும் கஷ்டப்பட்டார்கள். நம்முடைய தலைமை போதகரான அவருடைய இளைய மகன் சாம்பால் பாஸ்டர் அவர்கள் டெல்லியிலே ஒரு நேரத்தில் அவர் படுக்க பாய் இல்லாமல் வெறும் அந்த நியூஸ் பேப்பரை எடுத்து தரையிலே போட்டு அதிலே உறங்கினார்கள். இவ்விதமாக அஸ்ஸாமிலும் மற்ற தேசங்களிலும் அவர் ஊழியத்தை தொடங்கினார். So labor with God, their names are written in the book of life. അതുകൊണ്ട് ദൈവത്തോടു കൂടെ വിശുദ്ധന്മാരോട് കൂടെ നാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതിൽ കഷ്ടപ്പെടുത്തുമെങ്കിൽ അങ്ങനെയുള്ളവരുടെ പേരുകൾ ഇതാ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. இவ்விதமாக பரிசுத்தவான்களோடு கூட அந்த ஊழியத்தின் பாதையிலே நாம் கஷ்டப்படுகிற போது அவருடைய பெயர்கள் ஜீவ புஸ்தகத்திலே எழுதப்படுகிறது. Secondly, the Lamb book of life. രണ്ടാമതായി കുഞ്ഞാടിന്റെ ജീവപുസ്തകം. இரண்டாவதாக குஞ்சாட்டின் ஜீவ புஸ்தகம், ஆட்டுக்குட்டியானவருடைய ஜீவ புஸ்தகம். Revelation 21 verse 27. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. വെളിപ്പാട് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായ
And there shall in no wise enter into it anything that defileth, neither whatsoever worketh abomination or maketh a lie, but they which are written in the Lamb's book of life. Those names are written in the Lamb's book of life. They will enter into the New Jerusalem and Zion. പുതിയ യെരൂശലേമിലേക്കും സിയോനിലേക്കും പ്രവേശിക്കുന്നവർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവർ മാത്രമാകുന്നു. പുതിയ യെരൂശലേമിലും സിയോനിലും പ്രവേശിക്കുന്നവരുടെ നാമങ്ങൾ இந்த ஆட்டுக்குட்டியாரோட புத்தகத்தில் எழுதப்பட்டிருக்க வேண்டும். So those who are received the anointing of the Holy Spirit, they will enter in the kingdom of God. All of you know John's Gospel, chapter 3, verse 5. According to the word of Jesus, verily, verily say unto you, if any man not born in water or born in spirit, he cannot enter into the kingdom of God. യേശു തന്നെ തിരുവായി മൊഴിഞ്ഞ പ്രകാരം തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം വാക്യം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുവല്ലോ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നവർക്ക് മാത്രമാകുന്നു അവിടെ പ്രവേശിപ്പാൻ സാധിക്കുന്നത്. யோவான் புத்தகம் 3வது அதிகாரம் 5வது வசனத்திலே இயேசு கிறிஸ்து விதமாய் சொல்லுகிறார், ஒருவன் ஜடத்தினாலும் ஆவினாலும் பிறவாவிட்டால் தேவனுடைய ராஜ்யத்திலே பிரவேசிக்க மாட்டான் என்று மெய்யாகவே சொல்லுகிறேன். ஆகையால் பரிசுத்த ஆவியின் அபிஷேகம் இல்லாதவர்கள் ஜீவ புஸ்தகத்திலே பெயர் எழுதப்படாது. So the Lamb of book of life should be written when we receive the anointing of the Holy Spirit. Our names are written in the book of Lambs of life. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാം പ്രാപിക്കുന്ന വേളയിൽ നമ്മുടെ പേരുകളൊക്കെയും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു. பரிசுத்தாவின் அபிஷேகத்தை பெறுகிற வேளையிலே நம்முடைய பெயர்கள் ஆட்டுக்குட்டியானவருடைய புத்தகத்தில் எழுதப்படுகிறது. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. Yes, our names are written in heaven. Our names are written in the book of life. Our names are written in the book of Lamb of life. അതെ, നമ്മുടെ പേരുകൾ ഒന്നാമത് സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, രണ്ടാമതായി ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, മൂന്നാമതായി കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു. ஆம், நம்முடைய பெயர்கள் பரலோகத்தில் எழுதப்பட்டிருக்கிறது, ஜீவ புஸ்தகத்தில் எழுதப்பட்டிருக்கிறது, ஆட்டுக்குட்டியானவருடைய புஸ்தகத்திலும் எழுதப்பட்டிருக்கிறது. Yes, so many times we are said the tears we are worried about, we are thinking, but the word of God says each and every tears will bring the answer. Every tears are recorded in the book of God. പലപ്പോഴും ദൈവസ്ഥലത്തിൽ പലതിനെയും കുറിച്ച് നാം കണ്ണീർ പൊഴിക്കാറുണ്ടല്ലോ. എന്നാൽ തിരുവചനം പറയുന്നുവല്ലോ, ഒരു കണ്ണീർ പോലും വൃഥാവായി പോകുന്നില്ല. ഓരോ കണ്ണുനീരും തുരുത്തിയിൽ അഥവാ ദൈവം അതിനെ കുറിച്ചൊക്കെയും എഴുതിയിരിക്കുന്നു, കണക്കെടുത്തിരിക്കുന്നു. நாம் பல வேளைகளிலே தேவனுடைய சமூகத்திலே கண்ணீர் சிந்துகிறோம். ஆனால் தேவனோ விதமாய் சொல்லுகிறார், ஒரு நாளும் அந்த கண்ணீர் வீணாய் போவதில்லை. பரலோகத்திலே துருத்தியிலே அந்த கண்ணீரை எல்லாம் தேவன் வைத்திருக்கிறார். ஏற்ற நேரத்திலே அதற்கான பலனை கொடுப்பார். Psalm 56 verse 8 will read the book of our wanderings. 56-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മുടെ ഉഴൽച്ചിലുകളെ അവർ അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 56வது சங்கீதம் 8வது வசனத்திலே என் அலைச்சல்களை தேவரீர் எண்ணியிருக்கிறீர் என்று சொல்லப்பட்டிருக்கிறது. Book read it. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലേ? Thou tellest my wanderings, put thou my tears into thy bottle, are they not in thy book? All our wandering, our tears, all are written in the book of God. നമ്മുടെ ഉഴൽച്ചലുകൾ നമ്മുടെ കണ്ണുനീരൊക്കെയും അവന്റെ പുസ്തകത്തിൽ ഉണ്ട്. நம்முடைய அலைச்சல்கள் கண்ணீர்கள் எல்லாம் அவருடைய கணக்கிலே இருக்கிறது. Yes, we are children of God. We will never fear about anything. All his tears will bring the victory. God will answer our prayers. Surely God will count all our tears in the bottle. തീർച്ചയായും നാം ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കണ്ണുനീർ നമുക്ക് ജയത്തെ കൊണ്ടുവരും. മാത്രമല്ല നമ്മുടെ കണ്ണുനീരൊക്കെയും തുരുത്തിയിലും കാണപ്പെടുന്നു. நாம் எதை குறித்தும் கவலைப்பட வேண்டிய அவசியமில்லை. நாம் சிந்துகிற கண்ணீர் பலனை கொடுக்கும். நாம் சிந்துகிற ஒவ்வொரு கண்ணீரும் துருத்தியிலே வைக்கப்பட்டிருக்கிறது. ஏற்ற நேரத்திலே அதற்கான பலன் கிடைக்கும். Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. So many times we read, the tears we are thinking about, I cry unto the Lord, God will not answer my prayer. പലപ്പോഴും നാം കണ്ണീർ തൂകാറുണ്ട്. എങ്കിലും നാം ഇങ്ങനെയാകുന്നു ചിന്തിക്കുന്നത്, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുകയില്ല എന്ന്. பலவிதமாக அநேக நேரங்களிலே நாம் கண்ணீர் சிந்துகிறோம், விதமாக கேட்கிறோம், என்னுடைய கண்ணீருக்கு பதில் கிடைக்கவில்லை என்று நாம் துக்கப்படுகிறோம். Who had answered the prayer of Hannah, that Almighty God answered your prayers also with tears.
പ്രിയമുള്ളവരെ, ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ആ സർവശക്തനായ ദൈവം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും ഉത്തരം നൽകുമാറാകട്ടെ. அன்னாளுடைய ஜெபத்திற்கு பதில் கொடுத்த தேவன் கண்டிப்பாகவே உங்களுடைய கண்ணீருக்கும் உங்களுடைய ஜெபத்திற்கும் தேவன் பதில் கொடுப்பார். If you are not having this revelation, you always sad, always you are thinking, bother about the so many things. ഇപ്രകാരം ഒരു വെളിപ്പാട് നിങ്ങൾക്ക് ഇല്ലായെങ്കിൽ എപ്പോഴും നിങ്ങൾ ദുഃഖിതരായി കാണപ്പെടും. പലതിനെയും ചൊല്ലി നിങ്ങൾ വിചാരപ്പെട്ടുകൊണ്ടേ കാണപ്പെടും. இந்த வெளிப்பாடு உங்களுக்கு இல்லாவிட்டால் நீங்கள் எப்பொழுதும் துக்க மகத்தோடு கூட காணப்படுவீர்கள். அநேக காரியங்களை சொல்லி நீங்கள் துக்கப்படுவீர்கள். Once Hannah prayed to the Lord, hand over the burden in the hands of God. The word of God said, after that, never her face was sad. ഒരിക്കൽ ഹന്ന ഇപ്രകാരം കണ്ണീർ പൊഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് സകല ഭാരങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ വരവേൽപ്പിച്ചതിന് ശേഷം തിരുവചനം നമ്മോട് ഇങ്ങനെയല്ലോ പറയുന്നത്, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ஆனால் ஒரு முறை தேவனிடத்திலே வேண்டுதல் செய்து தன்னுடைய பாரங்கள் முழுவதையும் தேவனுடைய பாதத்திலே வைத்து விட்டால் அதன் பிறகு அவள் துக்கமுகமாய் காணப்படவில்லை என்று வேதவசனம் சொல்லுகிறது. We read this great revelation. All our tears are counted. All our tears of God gathered in the bottle. One day it will bring the rewarded. One day it will bring the answer. നാം ഈ വലിയ വെളിപ്പാടാകുന്നുവല്ലോ ഈ സങ്കീർത്തനത്തിൽ വായിച്ചത്. അവൻ നമ്മുടെ സകല ഉഴച്ചുകളെയും എണ്ണുന്നു, കണ്ണീരൊക്കെയും അവൻ തുരുത്തിയിൽ ആക്കി വെക്കുന്നു, അവൻ പുസ്തകങ്ങളിൽ അതൊക്കെയും എഴുതുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു നാൾ അവൻ അതിന് ഉത്തരം നൽകും. விதமாக சங்கீதத்திலே சொன்னது போல தேவரீர் என்னுடைய அலைச்சல்களை அறிவீர், என்னுடைய கண்ணீர் எல்லாவற்றையும் நீர் கணக்கு வைத்திருக்கிறீர், கண்டிப்பாக ஒரு நாள் அதற்கான பலன் கிடைக்கும் என்ற ஒரு அறிவு நமக்கு காணப்பட வேண்டும். And fourthly, we read about the book of remembrance. നാലാമതായി സ്മരണയുടെ ഓർമ്മയുടെ പുസ്തകം എന്ന പുസ്തകത്തെ കുറിച്ച് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. நான்காவதாக ஞாபக புஸ்தகத்தை குறித்து நாம் பார்க்க விரும்புகிறோம். Malachi chapter 3 verse 16. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. மலாக்கி 3வது அதிகாரம் 4வது வசனம் 16வது வசனம். യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. And they that feared the Lord spake often one to another, and the Lord hearkened and heard it. And a book of remembrance was written before him for them that feared the Lord and that thought upon his name. Whatever we're talking, all these are recorded. നാം സംസാരിക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ അതൊക്കെയും എഴുതപ്പെടുന്നു. நாம் பேசுகிற ஒவ்வொரு வார்த்தையும் அங்கே எழுதப்பட்டு வருகிறது. The saints of God talk with one another. God hear. യഹോവന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവം അത് കേൾക്കുന്നു. கர்த்தருக்கு பயந்தவர்கள் ஒருவர் பேசுகிற வேளையிலே தேவன் அதை கவனிக்கிறார். Each and every word is recorded. ഓരോ വാക്കുകളും അവിടെ എഴുതപ്പെടുന്നു. ஒவ்வொரு வார்த்தைகளும் எழுதப்படுகிறது. Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. In this modern world, the modern electronic world, whatever the speaking they can collect from the waves of this air, they are recorded and find out and put the punishment. നവീന യുഗത്തിൽ നവീന ഉപകരണങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതൊക്കെയും വായിൽ നിന്ന് തന്നെ അത് പിടിച്ചടക്കിക്കൊണ്ട് അതൊക്കെയും റെക്കോർഡ് ചെയ്യുവാനും അതിനനുസരിച്ച് തക്കതായ ശിക്ഷാവിധികൾ അല്ലെങ്കിൽ വിധി കൽപ്പിക്കാനും കഴിയുമല്ലോ. இந்த நவீன நாட்களிலே காற்றின் மூலமாய் அலைபடுகிற அந்த அலைகளிலே பேசுகிற வார்த்தைகளை அவர்கள் பதிவு செய்து அவிதமாக அதிலே குற்றம் கண்டுபிடித்து இப்பொழுது தண்டிக்கிறார்கள். Yes, intelligence and government departments having this type of instrument when sitting in the car, but knowing whatever they're talking in the hotels and in front of the hotel. ഗവൺമെന്റ് മാത്രമല്ല ചാരപ്രവർത്തികൾ നടത്തുന്നവർ കയ്യിലുള്ളൊക്കെയും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടല്ലോ. കാറിലും മറ്റും സഞ്ചരിക്കുമ്പോൾ എവിടെയായിരുന്നാലും അവരൊക്കെയും ഇത് പിടിച്ചടക്കി അവർ അത് റെക്കോർഡ് ചെയ്യുന്നു. விதமாக அரசாங்கத்திலே விதமான உபகரணங்களை அவர் வைத்திருக்கிறார்கள். விதமாக அவர்கள் காரிலே இருந்து அமர்ந்து அவர்கள் பேசுகிற காரியத்தை பதிவு செய்து அவர்கள் குற்றம் கண்டுபிடிக்கிறார்கள். Far away, some kilometers, some hours, some distance, they capture all the voice, what are they talking about, the secret things, everything captured. പിന്നെ കിലോമീറ്റർ കണക്കിന് ദൂരത്തിരുന്ന് അവർ സംസാരിക്കുന്നതൊക്കെയും അതവർ പിടിച്ചടക്കി അവർ സൂക്ഷിച്ച് അതിന് പ്രകാരം തന്നെ വിധി കൽപ്പിക്കുന്നു. விதமாக கிலோமீட்டர் தூரத்தில் இருந்தாலும் அதை மிக எளிமையாக அவர்கள் அந்த வார்த்தைகளை பிடித்து அதிலே குற்றம் கண்டுபிடித்து அவர்களை தண்டிக்கிறார். But word of God says God has recorded all our words. എന്നാൽ തിരുവചനം നമ്മോട് പറയുന്നത് ദൈവം നമ്മുടെ ഓരോ വാക്കുകളും സംസാരത്തെയും അവൻ എഴുതി വച്ചിരിക്കുന്നു. ஆனால் வேதவசனம் சொல்லுகிறது நாம் பேசுகிற ஒவ்வொரு வார்த்தைகளும் தேவன் குறித்து வைத்திருக்கிறார். Jesus says, through thy words I will judge. യേശു പറഞ്ഞ വാക്കുകൾ നിമിത്തം തന്നെ ഞാൻ നിന്നെ വിധിക്കും. യേശു ക്രിസ്തു വിധമായി சொன்னார், உன் வார்த்தைகளினாலே நான் உன்னை நியாயம் தீர்ப்பேன். Praise be the holy name of God. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. கர்த்தருடைய நாமம் மகிமைப்படுவதாக. Fifthly, we read the book of
memories of our bodies, of our each and members of the body. മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ Psalm 139, verse 15 and 16. 139 സങ്കീർത്തനം 15-16 വാക്യങ്ങൾ ദയവചെയ്ത് വായിക്കുക. 139 സംഗീതം 15-16 വചനങ്ങൾ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. My substance was not hid from thee when I was made in secret, and gloriously wrote into the lowest parts of the earth. Thine eyes did see my substance, yet being unperfect, and in thy book all my members were written, which in continuance were fashioned, when as yet there was none of them. Thine eyes did see my substance, yet being unperfect, and in the book of all the numbers were written. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. என் கருவை உம்முடைய கண்கள் கண்டது, என் அவைகளில் ஒன்றாகிலும் இல்லாத போதே அவைகள் அனைத்தும் அவைகள் உருவாக்கப்படும் நாட்களும் இந்த புஸ்தகத்தில் எழுதியிருக்கிறது. From our mother's womb, God has written all things, each and every one of the things are written in the book of God. നമ്മുടെ അമ്മയുടെ ഉദരം മുതൽ തന്നെ നമ്മളെ കുറിച്ചുള്ള ഓരോന്നും അവന്റെ പുസ്തകങ്ങൾ അവൻ എഴുതിയിരിക്കുന്നു. நம்முடைய தாய் கருவிலே இருக்கிற வேளையில் தாமே தேவன் நம்மை குறித்ததான எல்லா காரியங்களையும் அந்த புஸ்தகத்தில் எழுதி வைத்திருக்கிறார். Yes, beloved children, there is a great secret, there is a great mystery. When the child come out from the mother's womb, then only we can see. But God has created everything, each and every numbers, bones, everything created. That is a secret one. Only God did all things. Everything is written in the book of God. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു രഹസ്യമാകുന്നു, ഒരു വലിയൊരു മർമ്മമാകുന്നു. ഒരു അമ്മ പ്രസവിച്ചതിന് ശേഷം മാത്രമാകുന്നുവല്ലോ തന്റെ കുഞ്ഞിനെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ആ ശിശുവിനെ കുറിച്ചുള്ള സകലത്തെയും അവയവങ്ങളെയും അസ്ഥികളെയും മറ്റും ഒക്കെയും ദൈവം മുൻപേ സൃഷ്ടിക്കുകയും അതിനെക്കുറിച്ചൊക്കെയും മുൻപേ എഴുതി വച്ചിരിക്കുകയും ചെയ്യുന്നു. இது ஒரு மர்மமான காரியம். ஏனென்றால் ஒரு தாய் தன் பிள்ளையை பெற்றெடுத்த பிறகு, இந்த பிரசவம் முடிந்த பிறகு அந்த பிள்ளையை குறித்து அறிய முடியும். ஆகிலும் தேவன் தாமே கருவிலே அந்த குழந்தை உருவாவதற்கு முன்பாகவே ஜீவ புஸ்தகத்தில் அந்த குழந்தையினுடைய சரீரையும் எலும்புகளையும் எல்லா அவைகளையும் தெளிவாக தேவன் குறித்து வைத்திருக்கிறார். Not in the book of life, book of God. The word of God says book of remembrance. ഇങ്ങനെ ജീവപുസ്തകത്തിലല്ല, എന്നാൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. ജീവ പുസ്തകത്തിലല്ല, ദേവനുடைய പുസ്തകത്തിലെ വിധമായി എഴുതപ്പെട്ടിരിക്കുന്നത്. Yes, all the members when we born are created, everything is written in the book of God. അതെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും സൃഷ്ടിച്ച നാളുകൾ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. How much we must be care for our spiritual life. Each and every one thing is written in the book of God. So God care for us. God's eyes are following us. So we should be faithfully following God, do the perfect will and prepare our life for the coming of the Lord. നോക്കുക, ആത്മീയ ജീവിതത്തിലെ കർത്താവ് നമ്മെ കുറിച്ച് ഉള്ളതൊക്കെയും അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കണ്ണ് നമ്മെ പിന്തുടരുന്നു. അതുകൊണ്ട് നാമം ദൈവത്തെ പിന്തുടർന്നുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ ശ്രദ്ധാലുക്കളായി കാണപ്പെടണം. நம்முடைய ஆத்மீக வாழ்க்கையின் ஒவ்வொரு காரியங்களையும் தேவன் இவ்விதமாய் குறித்து வைத்திருக்கிறார். ஆகையால் நாம் அதை அறிந்து தேவனுக்கு பயந்து மிகவும் ஜாக்கிரதையாக அதை நாம் ஜீவிக்க வேண்டும். இவ்விதமாக நம்முடைய வாழ்க்கையை அவருடைய வருகைக்கு ஆயத்தப்படுத்த வேண்டும். God has appointed angels for you and me. നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്. தேவன் உங்களுக்காகவும் எனக்காகவும் ஒரு தூதுவனை ஏற்படுத்தி இருக்கிறார். So they are preservers. They are returning all our details in the every day in the His book. അവർ നമ്മെ സൂക്ഷിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സകല വിശദാംശങ്ങളും ഓരോ ദിവസവും ഓരോ നിമിഷവും തങ്ങൾ എഴുതിക്കൊണ്ടും ഇരിക്കുന്നു. இவ்விதமாக அவர்கள் நம்மை பாதுகாக்கிறது மாத்திரமல்ல, நம்முடைய செய்கைகள் அனைத்தையும் இவ்விதமாக புஸ்தகத்திலே எழுதி வருகிறார்கள். Yes, children of God, we are most precious. So we should be need this for revelation in our life. പ്രിയമുള്ളവരെ, നാം വിലയേറപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ വെളിപ്പാടും അത്യാവശ്യമായിരിക്കുന്നു. நாம் இவ்விதமாக விலையேற பெற்றவர்கள். இவ்விதமான ஒரு வெளிப்பாடு நமக்கு மிகவும் அவசியம். All things written in the book of God. എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. எல்லாம் தேவனுடைய புஸ்தகத்தில் எழுதப்பட்டிருக்கிறது. Yes, beloved children of God, we should always thankful unto God. Our names are written in heaven.
പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. കാരണം എന്തെന്നാൽ നമ്മുടെ പേരൊക്കെയും സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. நாம் தேவனுக்கு மிகவும் நன்றியுள்ளவராய் இருக்க வேண்டும். ஏனென்றால் நம்முடைய பெயர்கள் பரலோகத்தில் We எழுதப்பட்டிருக்கிறது. should be grateful unto God. Our names are written in the book of life. ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതിയിരിക്കുകയാൽ നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ஜீவ புஸ்தகத்திலே நம்முடைய பெயர்கள் எழுதப்பட்டிருக்கிறபடியால் நாம் மிகவும் நன்றியுள்ளவர்களாய் இருக்க We should வேண்டும். be grateful God that our names are written in the Lamb of book of life. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടതിനാൽ തന്നെ നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ஆட்டுக்குட்டியானவருடைய புஸ்தகத்திலே நம்முடைய பெயர்கள் எழுதப்பட்டிருக்கிறபடியால் நாம் மிகவும் நன்றியுள்ளவர்களாய் இருக்க We are வேண்டும். unworthy people. നാം അയോഗ്യരായ ഒരു കൂട്ടം ജനം. நாம் தகுதியற்ற ஒரு ஜனம். Through the precious blood of Jesus, God cleansed all our sins, sanctify us. We got the forgiveness. We got the salvation. We got the anointing of the Holy Spirit. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ വലിയ രക്തത്താൽ തന്നെ യേശു നമ്മെ കഴുകി, തന്റെ വലിയ രക്തത്താൽ നമുക്ക് രക്ഷ വിശുദ്ധീകരിച്ച് അതിന് മുഖാന്തരമായി നമുക്ക് രക്ഷയും മനസ്സാന്തരവും ജലസ്നാനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിപ്പാനിടയാക്കിയല്ലോ. தேவன் தாமே அவருடைய பரிசுத்த ரத்தத்தினாலே நம்மை பரிசுத்தமாக்கி அவருடைய நாமத்தினாலே மனம் திரும்புதலையும் ஞானஸ்தானத்தையும் பரிசுத்த ஆவியின் அபிஷேகத்தையும் தேவன் நமக்கு கொடுத்திருக்கிறார். Jesus said to the disciples, your names are written in heaven, so you should be rejoiced. യേശു തന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരമല്ലോ പറഞ്ഞത്, നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിപ്പീൻ. இயேசு கிறிஸ்து தன்னுடைய சீஷர்களை நோக்கி விதமாய் சொன்னார், பரலோகத்திலே உங்களுடைய பெயர்கள் எழுதப்பட்டிருக்கிறபடியால் நீங்கள் சந்தோஷமாயிருங்கள் என்று. Saint Paul also had the great revelation about those who are labor, work hard, gave his life for the ministry. Their names are written in the book of life. മാത്രമല്ല വിശുദ്ധ പൗലോസിനും വലിയൊരു വെളിപ്പാടുണ്ടായിരുന്നു. തന്റെ സുവിശേഷ വേലയോട് തന്നോടൊപ്പം പ്രയത്നിച്ചവർ, തങ്ങളുടെ ജീവനെ വിലയേറിയതെന്ന് കഴുത്തു വെച്ചവർ, ഇങ്ങനെയുള്ളവരുടെ പ്രയത്ന നിമിത്തം അവരുടെ പേരുകളും ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. பரிசுத்த பவுலுக்கும் விதமான ஒரு வெளிப்பாடு இருந்தது. தன்னோடு கூட சுவிசேஷ வேலைக்காக தன்னோடு கூட பாடுபட்டவர்களை தனக்காய் தோல் கொடுத்தவர், அவருடைய பெயர்கள் ஜீவ புஸ்தகத்தில் எழுதப்பட்டிருக்கிறது. அவருக்கு ஒரு நம்பிக்கை இருந்தது. Those who are once entered the New Jerusalem and Zion, the names are written in the book of Lamb of life. പുതിയ യെരൂശലേമിലും സിയോനിലും പ്രവേശിപ്പാൻ നിയമിക്കപ്പെട്ടവരുടെ പേരുകളും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. புதிய எருசலேமுக்கும் சீயோனுக்குமாய் நிர்ணயிக்கப்பட்ட அவருடைய பெயர்கள் ஆட்டுக்குட்டியான புத்தகத்தில் எழுதப்பட்டிருக்கிறது. Let's all stand up. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. நாம் எல்லாரும் எழுந்து நிற்போம். Let's all rejoice in the Lord. Our names are written in the heaven. നമ്മുടെ പേരുകളൊക്കെ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ തന്നെ നമ്മുടെ ദൈവത്തിൽ നമുക്ക് ആനന്ദിക്കാം. நாம் நம்முடைய பெயர்கள் பரலோகத்தில் எழுதியிருக்கப்பட்டபடினாலே நாம் சந்தோஷமாய் இருப்போம். From our mother's womb, when we were created, from the day onwards, God has written all things of our life concerning in the book of God. പ്രിയമുള്ളവരെ, നാം അവയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നാൾ മുതൽ തന്നെ നമ്മെ കുറിച്ചുള്ള സകലവും തന്നെ കർത്താവ് തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. நாம் நம்முடைய தாயின் வயிற்றிலே ஒரு கருவாய் உருவாகும் முன்பே தேவன் தாமே அவருடைய புத்தகத்தில் நம்மை குறித்ததான எல்லா காரியங்களையும் எழுதி But வைத்திருக்கிறார். so many times we lost this revelation. So we are fear about, we are crying, we are worried about our future, we are worried about God has cared for me. പ്രിയമുള്ളവരെ, ഈ പലപ്പോഴും നാം ഇതിനെ കുറിച്ച് അറിവില്ലാത്തവരായി കാണപ്പെടുന്നുവല്ലോ. അതിനാൽ തന്നെ നാം ഭയപ്പെട്ടു പോകുകയാകുന്നു. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നില്ല, എന്റെ ഭാവി എന്തായി തീരുമെന്ന വ്യാകുലത്താൽ നാം നിറഞ്ഞു കാണപ്പെടുന്നു. இவ்விதமான ஒரு வெளிப்பாடு நமக்கு இல்லாதபடியினாலே அநேக நேரங்களிலே நாம் சோர்ந்து போகிறோம். நாம் விதமாய் சொல்லுகிறோம், இந்த பாடுகளினாலே எனக்கு என்ன சம்பவிக்கும் என்று நாம் பயப்படுகிறோம். Beloved children of God, names are written in heaven. പ്രിയമുള്ളവരെ, നമ്മുടെ പേരൊക്കെയും സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. பிரியமானவர்களே, நம்முடைய பெயர்கள் பரலோகத்தில் எழுதப்பட்டிருக்கிறது. Through our names are written in the book of Lamb of life. So we have been privileged to enter into the New Jerusalem and Zion. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുകളൊക്കെയും എഴുതപ്പെട്ടിരിക്കുകയാൽ തന്നെ പുതിയ യെരൂശലേമിലും സിയോനിലും പ്രവേശിപ്പാനുള്ള ഭാഗ്യം സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ஆட்டுக்குட்டியானோட புத்தகத்தில் நம்முடைய பெயர்கள் எழுதப்பட்டிருக்கிறபடினாலே புதிய எருசலேமிலும் சீயோனிலும் பிரவேசிக்கக்கூடிய ஸ்லாக்கியத்தை நமக்கு கொடுத்திருக்கிறார். Let's all humble ourselves. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. நாம் நம்மை தாழ்த்துவோமாக. Let's all rejoice in the Lord. കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. நாம் தேவனிலே மகிழ்ந்து களிகூறுவோம். How blessed people we are. Our names are written in heaven. നമ്മുടെ പേരുകളൊക്കെ സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടമാകുന്നു നാം. நம்முடைய பெயர்கள் பரலோகத்தில் எழுதப்பட்டிருக்கிறபடியால் நாம் எவ்வளவு ஆசீர்வதிக்கப்பட்ட ஜனங்கள். Our names should be blotted out from the book of God. ഒരിക്കലും ദൈവത്തിന്റെ പുസ്തകത്തിൽ നമ്മുടെ പേർ മായ്ച്ചു കളയാൻ ഇടയാകരുത്. ஒரு நாளும் தேவனுடைய புத்தகத்திலிருந்து நம்முடைய பெயர்கள் கிறுக்கி போடக்கூடாது. If you are forsaking the fountain of living God, our name should be written in this earth, dust of this earth. ജീവനുള്ള ഉറവയായ ജീവ ദൈവത്തെ നാം മറന്നു കടന്നിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലെ പൊടിയിൽ നമ്മുടെ പേരുകളൊക്കെ എഴുതപ്പെടും. அந்த ஜீவ ஊற்றாகிய தேவனை நாம் மறந்து விடுவோமானால் இந்த பூமியிலே இந்த மண்ணிலே நம்முடைய பெயர் இல்லாமல் போகும். Yes, spiritually, very carefully preserve our life.
Abide in the fountain of the living water. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിക്കാം. ജീവന്റെ ഉറവയായ ദൈവത്തിങ്കൽ തന്നെ നമുക്ക് കാണപ്പെടാം. ஆகையால் நம்முடைய வாழ்க்கையை நாம் மிகவும் கவனமாய் வாழ்ந்து அந்த ஜீவ ஊற்றாகிய தேவனத்தை நாம் பிரியப்படுத்துவோம். Surrender life in the hands of God. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. கர்த்தருடைய கரத்தில் நம்முடைய ஜீவிதத்தை This is ஒப்புக்கொடுப்போம். the mighty anointing and grace. ശക്തിയേറിയ അഭിഷേകവും കൃപയും നമുക്ക് ഇപ്പോൾ പ്രാപിക്കാം. பலமையான அபிஷேகத்தின் கிருபையை பெற்றுக்கொள்ளுங்கள். Rejoice in the Lord. Our names are written in heaven. பரலோகத்திலே நம்முடைய பெயர்கள் எழுதப்பட்டிருக்கிறபடியால் நாம் தேவனிலே மகிழ்ந்து களிகூறுவோம். Our names are written in the book of life. Rejoice in the Lord. ஜீவ புஸ்தகத்தில் நம்முடைய பெயர்கள் எழுதப்பட்டிருக்கிறபடியால் நாம் சந்தோஷமாய் மகிழ்ந்து களிகூறுவோம். Our names are written in the Lamb of book of God. Let's praise God. നമ്മുടെ പേരുകളൊക്കെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. நம்முடைய பெயர்கள் ஆட்டுக்குட்டியானவருடைய புஸ்தகத்தில் எழுதப்பட்டிருக்கிறபடியால் நாம் தேவனை துதித்து மகிழ்வோம். Hallelujah. Our names are written in the book of life. അതേ, നമ്മുടെ പേരുകളൊക്കെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. Our names are written in the book of Lamb of life. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. Our names are written in heaven. നമ്മുടെ പേരുകൾ സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. Let's praise God. അതിനാൽ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. All the spoken word of God, let's praise God. പ്രസ്താവിക്കപ്പെട്ട സകല ദൈവജനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. Each and every words also be recorded. നമ്മുടെ ഓരോ വാക്കുകളും അതും എഴുതുന്നു. Yes, so very carefully we should be talking with one another. അതുകൊണ്ട് തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി സംസാരിക്കണം. Yes, God has helped us to preserve our tongue, preserve our words. നമ്മുടെ നാവുകളെ, നമ്മുടെ വാക്കുകളെ സൂക്ഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. Through the thing we can preserve our whole life. അത് മുഖാന്തരമല്ലോ നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് സൂക്ഷിപ്പാൻ
പ്രാപിപ്പാൻ സാധിക്കുന്നത്. God should help us. Let's praise God. കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. For all the spoken word of God shall we praise God. പ്രസ്താവിക്കപ്പെട്ട സകല ദൈവജനങ്ങൾക്കായി ചേർന്ന് സ്തോത്രം ചെയ്യാം. God should help us. We are exercising ourselves. We should build up our life according to the truth of God. Shall we praise God? കർത്താവ് നാം കേട്ട സത്യത്തിനൊത്തവണ്ണം തന്നെ നമ്മുടെ ജീവിതത്തിൽ അഭ്യസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Give all glory and honor to the name of the Lord. Let's praise God. കർത്താവിന്റെ നാമത്തിന് സകല മാനമഹത്വവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Let's praise God, Father, Son, and the Holy Spirit. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവാം ദൈവത്തിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. அன்பான தெய்வமே, நம்மளுக்கு ஸ்தோத்திரிக்கிறோம். ஆசீர்வதிக்கப்பட்டதான கர்த்தாவே, இந்த நாளை தந்து இந்த சமூகத்திலே கடந்து வந்து எங்கள் தேவனாகிய கர்த்தரை பாத பீடத்தில் இருந்து ஆராதிக்கும்படியாக நல்ல ஒரு சந்தர்ப்பம் தந்ததான தயவுக்காக நாங்கள் நன்றி செலுத்துகிறோம். விசேஷமாக புதிய வருஷத்தில் கர்த்தாவே, இந்த ஒரு மாத காலம் எங்களை விட்டு கடந்து போகிறது. இவ்வளவு நாட்களாக தேவன் செய்ததான எல்லா நன்மைகளுக்காக நாங்கள் நன்றியோடு செலுத்திருக்கிறோம். பலர் வியாதியஸ்தராய் பலவீனராய் இருந்தார்கள். பலர் பல இக்கட்டுகளில் கர்த்தாவே தெய்வமே ஆபத்து விபத்துக்களில் சிக்கட்ட நிலவரத்தில் இருந்தார்கள். ஆனாலும் அவங்களுடைய ஜீவன் அருமையாக இருந்தபடினால் ஜீவனை பாதுகாத்து கர்த்தாவே தேவ சமூகத்திலே கொண்டு வந்து ஜீவனோடு தெய்வத்தை ஆராதிக்கும்படியாக கர்த்தர் தந்ததான எல்லா நல்ல வழிகளுக்காக கிருபைகளுக்காக நாங்கள் நன்றி செலுத்துகிறோம். பாட்டோடும் கர்த்தாவே துதியோடும் ஜெபத்தோடும் தெய்வத்தை ஆராதிக்க உதவி செய்து தீர்க்க தரிசன வார்த்தையின் மூலமாக கர்த்தருடைய சத்தத்தை கேட்க கர்த்தர் உதவி செய்த தயவுக்கால் சோத்திரம். இந்த வேளையில் கொடுக்கப்பட்ட விலையேறிப்பட்ட ஆலோசனைக்கால் சோத்திரம். தேவனை அறியாத நாட்கள்ல எங்களுடைய பேர் கர்த்தாவே புழுதியிலே மண்ணிலே எழுதப்பட்டிருந்தது. அந்த நிலவரத்திலிருந்து அந்த பேரை தேவரீர் அழைத்து போட்டு எங்களுக்கு தந்ததான வேறு பெற்ற ரட்சிப்புக்காக நாங்கள் நன்றி செலுத்துகிறோம். எங்களுடைய பேர் பரலோகத்திலே எழுதப்பட்டிருக்கிற தயவுக்காக சோதரிக்கிறோம். ஜீவ புஸ்தகத்திலே எங்களுடைய பேரை எழுதி வைத்திருக்கிறீரே. ஆட்டுக்குட்டியானுடைய ஜீவ புஸ்தகத்திலே எங்களுடைய பேரை கர்த்தர் எழுதி வைத்திருக்கிறீரே கர்த்தாவே. சில நேரங்களில் கர்த்தாவே நன்மையோ தீமையான காரியங்கள் கர்த்தாவே எங்களுடைய பேச்சின் வாழ்க்கையில் வந்திருக்கலாம். அவைகள் எல்லாம் கூட அந்த ஞாபக புத்தகத்தில் எழுதப்பட்டிருக்கிறபடினால எந்தெந்த காரியத்துக்கு நாங்கள் மனம் திரும்ப வேண்டுமோ, எந்த வார்த்தைக்கு நாங்கள் மனம் திரும்ப வேண்டுமோ, எந்த காரியத்தில் நாங்கள் ஒப்புரவாக வேண்டுமோ அப்படி ஒப்புரவாகி கர்த்தாவே தீமையா எழுதப்பட்ட வார்த்தைகள் எல்லாம் அந்த ஞாபக புஸ்தகத்திலிருந்து அழிக்கப்படட்டும். ஆண்டவரே, நன்மையான வார்த்தைகள் எப்பொழுதும் அந்த ஞாபக புஸ்தகத்திலே நிலைத்திருந்து ஒரு நேரம் வரும் தேவன் அதை ஞாபகப்படுத்தி எங்களுக்கு நன்மை செய்கிறதான தெய்வமாக கர்த்தாவே எங்களை தேவைகளை சந்திக்கிற தெய்வமாக கர்த்தர் கூட இருந்து இனி வரக்கூடிய நாட்கள் பெரிய காரியங்களை செய்ய போகிற தெய்வமாக இருக்கிற தெய்வக்காக நாங்கள் நன்றியோடு சோதரிக்கிறோம். ஆண்டவரே, எங்களுடைய எலும்புகள் உருவாகும் முன்னே கற்பத்திலே இருந்த போது எங்களுடைய பெயர்கள் உன்னுடைய புஸ்தகத்தில் எழுதப்பட்டிருக்கிறது. அதற்காக நாங்கள் நன்றி செலுத்துகிறோம். சில வியாகுல வேரத்தில் கண்ணீர் வேலையில நாங்கள் விட்ட கண்ணீரெல்லாம் கூட கர்த்தாவே நீ திருப்தியிலே வைத்து புஸ்தகத்திலே எழுதி கர்த்தாவே அது பாதுகாத்து அதற்கு பதிலளிக்கிற தெய்வமாக கர்த்தர் கூட இருக்கிற தெய்வக்காக நாங்கள் நன்றியோடு சோதரிக்கிறோம். மெய்யாகவே வந்த ஜனங்களை கர்த்தருடைய வார்த்தையின் மூலமாக ஆட்சி தேற்றி இருக்கிற தெய்வக்காக நாங்கள் நன்றியோடு சோதரிக்கிறோம். எல்லாவற்றுக்கும் மேலாக நீ சீக்கிரமாய் வரப்போகிறீர். புஸ்தகத்தில் எழுதப்பட்டபடியே நியாய தீர்ப்பு கொடுக்கப்படும் என்றுதான் ஒரு பயத்தோடு எச்சரிப்போடு நாங்கள் ஜீவித்து நன்மையானவைகளே செய்து கர்த்தாவையினால் முன்னேறி செல்ல எல்லாருக்கும் உதவி செய்தபடியாக வேண்டிக் கொள்கிறோம். கிருபையுள்ள கருத்தில் கர்த்தாவே இந்த கிருபையுள்ள வார்த்தைக்கு எங்களுடைய ஆவியாத்மா சரீரத்தை முழுவதுமாக ஒப்புக் கொடுக்கிறோம். ஏற்றுக்கொண்டு கர்த்தாவே நீர் வரும்போது சந்திக்க எங்களை தகுதிப்படுத்தும். ஒரு புதிய வருஷத்துக்குள்ள நாங்கள் கடந்து போகிறோம் கர்த்தாவே. புதிய மாதத்துக்குள்ள நாங்கள் கடந்து போகிறோம். வருகிற மாதம் ஒரு ஆசீர்வதிக்கப்பட்ட மாதமாக இருக்க உதவி செய்யும். தெய்வத்தின் பாதுகாப்பு எல்லாரோடு கூட இருக்கட்டும். ஆண்டவரே, ஓ
ஒருவருக்கும் துக்கமோ வேதனையோ உண்டாகாத அளவுக்கு அப்படிப்பட்ட துக்கங்கள் வேதனைகள் வந்தாலும் அது தெய்வீகமாய் மாற்றப்பட்ட ஆண்டவரே ஜனங்கள் சந்தோஷத்தோடு முன்னேறி செல்லத்தக்கதாக இந்த புதிய மாதத்தில் எல்லாருக்கும் உதவி செய்யும். எல்லாருடைய பிரயாணங்கள் யாருக்கும் கூட இருந்து பாதுகாத்துக் கொள்ளும். நடக்கிற கன்வென்ஷன் கூட்டங்கள் எல்லாம் ஆசீர்வதியும். பரிசுத்தவான்களை அவருடைய ஊழியத்தை பொறுப்படுத்தி பெரிய காரியங்களை செய்யும். அந்த நாளைக்கு எங்களை தகுதிப்படுத்தும். துதியும் கனமும் மகிமையும் மக்கள் செலுத்துகிறோம், ஏற்றுக்கொள்ளும். இயேசுவின் நாமத்தில் வேண்டிக் கொள்கிறோம் பிதாவே. Amen. Now may the grace of the Lord Jesus Christ, the love of God, the sweet fellowship of the Holy Spirit rest and abide until Jesus comes in glory. Hallelujah. 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 Praise the Lord.